യേശുനാഥനിൽ പ്രിയ സഹോദരരെ, 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിചിന്തനത്തിൻ്റെ 6ാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുക ട്രെൻഡ് കൗൺസിലിൻ്റെ പശ്ചാത്തല വിശകലനത്തിൻ്റെ 5ാം ഭാഗമാണ്. ആയതിലേക്ക് കടക്കട്ടെ. ട്രെൻഡ് സൂനകദോസിനെ സംബന്ധിച്ച് ഏറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള റവറൻ ഫാദർ ജോർജ് വെള്ളിപ്പറമ്പിൽ 2010 പ്രസിദ്ധീകരിച്ച കേരള സഭാചരിത്രം പുറം 24 രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾ ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. അദ്ദേഹം എഴുതുന്നു, 1545 ട്രെൻഡിൽ സൂനകദോസ് സമ്മേളിച്ചത്. ചക്രവർത്തിമാരുടെയോ പ്രഭുക്കന്മാരുടെയോ ഒത്താശ കൂടാതെ തികച്ചും പാപ്പയുടെ കൗൺസിൽ ആയിരുന്നു അത്. സഭയിലെ ദുഷിച്ച നടപടിക്രമങ്ങൾ ഇല്ലാതാക്കാൻ മാത്രമല്ല കൗൺസിൽ കൂടിയത്. മുഖ്യമായും കത്തോലിക്ക വിശ്വാസം അടിമുടി പരിശോധിച്ച് സംശയമോ അവ്യക്തതയോ ഇല്ലാതെ വിശ്വാസ സംഹിത മുഴുവൻ ക്ലിപ്തമായ ഭാഷയിൽ ആവിഷ്കരിക്കുക എന്നതായിരുന്നു കൗൺസിലിൻ്റെ മുഖ്യ ഉദ്ദേശ്യം. ബൈബിൾ, ജന്മപാപം, വരപ്രസാദം, കൂദാശകൾ, ദണ്ഡവിമോചനം, വൈദിക പരിശീലനം, ദൈവശാസ്ത്ര പഠനം, മെത്രാന്മാരുടെയും വൈദികരുടെയും ജീവിത വിശുദ്ധി തുടങ്ങിയ സകല വിഷയങ്ങളും പരിശോധിച്ച് നിർവചിച്ചു. അതെ, സെന്ത്രോസ് സൂനകദോസ് എന്നറിയപ്പെട്ട ഈ സൂനകദോസ് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച തത്വങ്ങൾക്ക് വ്യക്തത വരുത്തി. സഭയിൽ നടമാടുന്ന അഴിമതികൾക്കും അരാജകത്വത്തിനും കർശനമായ നിരോധനം ഏർപ്പെടുത്തിയ ഈ സൂനകദോസ് വെപ്പാട്ടി സമ്പ്രദായം നിരോധിക്കുകയും വിശുദ്ധ ബൈബിളിൻ്റെ ഔന്നത്യം അംഗീകരിക്കുകയും സഭയിൽ അൽമായർക്കുള്ള ദൗത്യം എന്തെന്ന് വ്യക്തമാക്കുകയും സെമിനാരി സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുകയും ചെയ്തു. പോൾ 3-ാമൻ പാപ്പ ആരംഭം കുറിച്ച ഈ സൂനകദോസ് ജൂലിയസ് 3-ാമൻ പാപ്പായുടെയും മർസലസ് 2-ാമൻ പാപ്പായുടെയും പോൾ 4-ാമൻ പാപ്പായുടെയും കാലങ്ങളിലൂടെ കടന്നുപോയ ഈ മഹാസമ്മേളനം സമാപിച്ചത് പിയൂസ് 4-ാമൻ പാപ്പായുടെ കാലത്ത് 1563 ആയിരുന്നു. പ്രൊഫസർ റവറൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴയുടെ തിരുസഭാചരിത്രം എന്ന പുസ്തകത്തിൻ്റെ 783, 784 പുറങ്ങളിലായി സഭാചരിത്രകാരനായ PR ജനേലിൻ്റെ നിരീക്ഷണം കാണാം. അതിൽ അദ്ദേഹം പറയുന്നു, സഭയുടെ 19ാം സാർവത്രിക സൂനകദോസായ ട്രെൻഡ് സൂനകദോസ് മറ്റേത് കൗൺസിലുകളെയും അതിശയിക്കുന്നു. മധ്യയുഗ നവോത്ഥാനത്തിൻ്റെ ഉത്തമ സന്തതിയാണത്. നവോത്ഥാനത്തിലെ നല്ലവയെല്ലാം സ്വീകരിച്ച സൂനകദോസ് ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള യുക്തിഭദ്രത, ശാസ്ത്രീയ വീക്ഷണം, പക്വമായ ജ്ഞാനം, കാലാനുയോഗ്യത മുതലായവയെല്ലാം ഉൾക്കൊണ്ടു. ഇവയുടെയെല്ലാം ഫലമായി മധ്യകാല സഭയെ യൗവനയുക്തയാക്കുവാൻ കഴിഞ്ഞു. ഇതിൻ്റെ കാനോനുകളും ഡിക്രികളും അഗാധ ചിന്തയുടെയും വ്യക്തമായ വീക്ഷണത്തിൻ്റെയും ബഹിർസ്ഫുരണമാണ്. അനുഭവങ്ങളായ സാഹിത്യഗുണങ്ങളും ഇതിനുണ്ട്. അങ്ങനെ യൂറോപ്പിലെമ്പാടും രാജ്യങ്ങളൊട്ടാകെയും പുതിയൊരു ജീവൻ തളിരിട്ടു. സ്ക്രോയിഡർ തയ്യാറാക്കി അവതരിപ്പിച്ച ട്രെൻഡ് കൗൺസിൽ എന്ന പുസ്തകത്തിൻ്റെ 40 മുതൽ 48 വരെയുള്ള പുറങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പ്രൊട്ടസ്റ്റന്റ് മതവിപ്ലവത്തെ സംബന്ധിച്ചും ട്രെൻഡ് സൂനകദോസിനെ സംബന്ധിച്ചും
സംവദിക്കുന്ന പുസ്തകങ്ങളാണ് ജോർജ് വെളിപ്പറമ്പഴച്ചൻ്റെ കേരള സഭാചരിത്രം എന്നതും ഫാദർ ജോർജ് അറക്കലിൻ്റെ ഉദയം പേരൂർ സൂനകദോസ് മാറ്റത്തിൻ്റെ മാറ്റൊലി എന്നതും ശ്രദ്ധേയമാണ്. ജോസഫ് വിക്കി തൻ്റെ ഡോക്യുമെൻ്റ് ഇൻഡിക്കായുടെ 4-ാം ഭാഗം 657 മുതൽ 742 വരെയുള്ള പുറങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം 1565 ഒക്ടോബർ 21 ട്രെൻറ്റ് കൗൺസിലിൻ്റെ കാനോനകൾ ഗോവയിലും കൊച്ചിയിലും കൊല്ലത്തുമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഭാരതസഭാ നവീകരണത്തിന് മുന്നോടിയായി തീർന്നതായി കാണാം. തെന്ത്രോസ് സൂനകദോസിൻ്റെ കാനോനകളും നിശ്ചയങ്ങളും വിവിധ ദേശങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പല പ്രാദേശിക സൂനകദോസുകളും പിന്നീട് നടത്തപ്പെട്ടതായും ചരിത്രം സാക്ഷിക്കുന്നു. പ്രിയരെ, ഇനി നാം പോകുന്നത് ത്രന്തോസ് സൂനകദോസും പ്രതിഫലനങ്ങളും എന്ന വിഷയത്തിൽ പ്രസിദ്ധ ചരിത്രാന്വേഷിയായ ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കൽ നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ 6-ാം ഭാഗത്തേക്കാണ്. ആയതിലേക്ക് ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഈ ചരിത്ര അവലോകനം ശ്രദ്ധിക്കുന്നതിനും ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഈ സംരംഭത്തെ വിജയിപ്പിക്കുന്നതിനുമായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രിയരെ, പയസ് അഞ്ചാമൻ പാപ്പ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയുടെ മേധാവിത്വത്തിനെതിരായ ആക്രമണങ്ങൾ തിരിച്ചറിയുകയും അവരുടെ പുരോഗതി പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യക്തമായി മനസ്സിലാക്കി. ത്രന്തോസ് സൂനഹദോസിൻ്റെ 6-ാം എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ശക്തമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ഹ്യൂഗനോട്ടുകളെ എതിർക്കാൻ അദ്ദേഹം നിരവധി നടപടികൾ സ്വീകരിച്ചു. കർദിനാൾ ഒഡെറ്റ് ഡി ഒളിപ്പിയെയും 7 ബിഷപ്പുമാരെയും പിരിച്ചുവിടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പരിഷ്കർത്താക്കളുടെ ശാസന അസാധുവാക്കി. റോമൻ മതബോധന സമ്പ്രദായം അവതരിപ്പിച്ചു. മാർപ്പാപ്പയുടെ അച്ചടക്കം പുനഃസ്ഥാപിച്ചു. ഹ്യൂഗനോട്ട് പ്രഭുക്കളോടുള്ള എല്ലാ വിട്ടുവീഴ്ചകളെയും ശക്തമായി എതിർത്തു. സഭയുടെ പരമോന്നത സ്ഥാനം ഇംഗ്ലണ്ടിലെ റാണിയായ എലിസബത്തിനാണ് എന്ന നിയമ ഭേദഗതി തള്ളപ്പെടുകയും പോപ്പ് തന്നെയാണ് സഭാതലവനെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയുടെ വാശിയുടെ അടിമത്തം, ഒരു ഹ്രസ്വ ഇംഗ്ലീഷ് കത്തോലിക്ക പ്രക്ഷോഭം, റൈസിംഗ് ഓഫ് ദ നോർത്ത് പരാജയപ്പെട്ടു. എലിസബത്ത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പരമോന്നത ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിനോടുള്ള പയസിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: അവർ ഒരു മതഭ്രാന്തിയാണ്. പയസ് 1570 ഏപ്രിൽ 27 റെഗ്നൻസ് ഇൻ എക്സെൽസിസ്, ഉയരങ്ങളിൽ വാഴുന്നു എന്ന പേപ്പൽ ബുൾ പുറപ്പെടുവിച്ചു. അത് എലിസബത്ത് ഒന്നാമനെ മതവിരുദ്ധയായി പ്രഖ്യാപിക്കുകയും അവളുടെ പ്രജകളെ അവളോടുള്ള വിധേയത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അത് അവളുടെ മേലുള്ള ഭ്രഷ്ട് കൽപ്പനയായിരുന്നു. കൂടാതെ അവളെ അനുസരിക്കുന്ന ഏതൊരാൾക്കെതിരെയും ഇതൊരു യഥാർത്ഥ ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. മറുപടിയായി എലിസബത്ത് അപ്പോൾ രാജ്യദ്രോഹത്തിന് ഇംഗ്ലീഷ് കത്തോലിക്കരെ പീഡിപ്പിക്കാൻ തുടങ്ങി. 1570 മാർപ്പാപ്പയുടെ പേപ്പൽ ബുൾ എക്സെൽസിൽ റെഗ്നൻസ് പയസ് അഞ്ചാമൻ എലിസബത്ത് ഒന്നാമനെ അവളുടെ ഭരണകാലത്ത് മതവിരുദ്ധതയ്ക്കും ഇംഗ്ലീഷ് കത്തോലിക്കരെ പീഡിപ്പിച്ചതിനും പുറത്താക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് കർദിനാൾ മിഷേൽ ഗസ്ലീരി ആയിരിക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെട്ടത് ഇപ്രകാരമായിരുന്നു: ആന്റോണിയോ ഗിസ്ലിയേരി വാസ് shrewd and strict as the Grand Inquisitor, the highest office and master of canon law, dogma and theology. ചെറുപ്പത്തിൽ മിഷേൽ ഗിസ്ലിയേരി ഇൻക്വിസിഷനിൽ ചേരാൻ ഉത്സുകനായിരുന്നു. പോൾ നാലാമൻ്റെ കീഴിൽ അദ്ദേഹം ഗ്രാൻഡ് ഇൻക്വിസിറ്ററായി ഉയർന്നു. അവിടെ നിന്ന് മാർപ്പാപ്പ പദവിയിലേക്കും. പിയൂസ് അഞ്ചാമനായി മാർപ്പാപ്പയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗിസ്ലിയേരി
കോടതിയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന പല ആഡംബരങ്ങളും ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവൃത്തികളിൽ ഒന്ന് മാർപ്പാപ്പയുടെ കോടതിയിലെ തമാശക്കാരനെ പിരിച്ചുവിടുക എന്നതായിരുന്നു. ദ പോപ്പ് ഹൂ ഫയർഡ് ദ പാപ്പൽ ജസ്റ്റർ. പിന്നീടുള്ള ഒരു പോപ്പിനും ഇതുണ്ടായിരുന്നില്ല. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കുതിരപ്പന്തയം അദ്ദേഹം നിരോധിച്ചു. മതനിന്ദ, വ്യഭിചാരം, സ്വവർഗരതി എന്നിവയ്ക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കർക്കശക്കാരനായ അദ്ദേഹത്തിന് റോമിൽ ശത്രുക്കൾ വർദ്ധിച്ചു. നഗരത്തെ ഒരു വലിയ ആശ്രമമാക്കി മാറ്റാൻ പയസ് ശ്രമിച്ചതായി ഇതുമൂലം ആരോപിക്കപ്പെട്ടു. അദ്ദേഹം ഒരു കാപട്യക്കാരനായിരുന്നില്ല. ദൈനംദിന ജീവിതത്തിൽ പയസ് അഞ്ചാമൻ സന്യാസിയായിരുന്നു. സന്യാസ സദ്ഗുണങ്ങളുടെ പരിശീലനം വികസിപ്പിക്കാൻ പരിശ്രമിച്ചു. അവൻ ഉപവസിച്ചു, തപസ്സു ചെയ്തു. ധ്യാനത്തിലും പ്രാർത്ഥനയിലും രാത്രിയുടെ നീണ്ട യാമങ്ങൾ കടന്നുപോയി. അഗാധമായ നിശബ്ദതയിൽ ഒരു മേലങ്കി പോലും ഇല്ലാതെ നഗ്നപാതകനായി സഞ്ചരിച്ചു. ഒരു ഡൊമിനിക്കൻ സന്യാസിയുടെ ലളിതമായ ശീലത്തിന് കീഴിലുള്ള ഹെയർ ഷർട്ട് ധരിച്ച് അദ്ദേഹം നിഷ്പാതകനായി നടന്നു. റോമിലെ ഒരു വലിയ ക്ഷാമകാലത്ത് അദ്ദേഹം സിസിലിയയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വന്തം ചെലവിൽ ധാന്യം ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തി. നഗരത്തിലെ ജലവിതരണവും മലിനജല സംവിധാനവും മെച്ചപ്പെടുത്തുന്നതിനായി പൊതുമരാമത്തിനോട് ഉത്തരവിട്ട് നടപ്പാക്കിയതായി കാതറിൻ വാട്ടേഴ്സ് ഓഫ് റോമിൽ എഴുതി. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വേനൽക്കാല സന്ദർശകരായിരുന്ന ടൈഫോയിഡും മലേറിയയും ഉന്മൂലനം ചെയ്യുന്നതിൽ സ്വാഗതാർഹമായ നടപടിയായിരുന്നു അത്. അവൻ ദരിദ്രരുടെ പാദങ്ങൾ കഴുകി കുഷ്ഠരോഗികളെ ആലിംഗനം ചെയ്തു. 1567 അദ്ദേഹം കാളപ്പോരാട്ടം നിരോധിച്ചുകൊണ്ട് ടൊറോറം, ഫെറാറം എന്നീ സൂപ്പർ പ്രൊഹിബിഷൻ പ്രക്ഷോഭങ്ങൾ പുറപ്പെടുവിച്ചു. കൊയിന ഡൂമിനി കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൂറി നിരോധനം ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ല്യൂവൻ പ്രൊഫസറായ മൈക്കൽ ബയസുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ അദ്ദേഹം അപലപിച്ചു. റോമൻ ബ്രെവിയറിയുടെ പരിഷ്കാരം, പുരോഹിതന്മാരുടെ സ്വവർഗരതിയെ ഔപചാരികമായി പയസ് അപലപിക്കുകയും ചെയ്തു. റോമും അങ്കോണയും ഒഴികെയുള്ള എല്ലാ സഭാ ആധിപത്യങ്ങളിൽ നിന്നും യഹൂദന്മാരെ പുറത്താക്കി. പരിഷ്കരിച്ച മിസാളിൻ്റെ ഉപയോഗത്തിനെതിരായ ഒരു നിരോധനം, ഇൻക്വിസിഷന്റെ സംരക്ഷണത്തിനായി കുരിശുയുദ്ധക്കാരുടെ സൊസൈറ്റിയുടെ പ്രത്യേക അവകാശങ്ങളുടെ സ്ഥിരീകരണം, വാഴ്ത്തപ്പെട്ട കന്യകയുടെ പുതിയ ഓഫീസിൻ്റെ അംഗീകാരം, കാനോനിക്കൽ അവേഴ്സിൻ്റെ ദിവസേനയുള്ള പാരായണം നടപ്പാക്കൽ, ഇങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ. കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ പ്രസ്താവിച്ചു, വിശുദ്ധ പയസ് അഞ്ചാമൻ കർക്കശക്കാരനായിരുന്നു. എരിയുന്ന ഒരു ഹൃദയം ദൈവിക സ്നേഹത്താൽ ഉരുകുന്നത് എത്രത്തോളം ആകാം അതായിരുന്നു പയസ്. അദ്ദേഹത്തിൻ്റെതുപോലുള്ള ഊർജവും വീര്യവും കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മീയ അർത്ഥത്തിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ടു. റോമൻ കത്തോലിക്ക സഭ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിലാണ് അന്ന് കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇറ്റലിയിലെ പ്രൊട്ടസ്റ്റന്റ് മതം ഇല്ലാതാക്കുന്നതിൽ ഇൻക്വിസിഷൻ വിജയിച്ചു. പാപ്പാ കോടതി ശാന്തതയുടെ മാതൃകയായി. പ്രൊട്ടസ്റ്റന്റ് സിദ്ധാന്തങ്ങളെ നിരാകരിക്കാനും കത്തോലിക്ക മതത്തെ നവീകരിക്കാനും ഉദ്ദേശിച്ച ട്രെൻറ്റ് കൗൺസിലിൻ്റെ കൽപ്പനകൾ പ്രായോഗികമായി പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ ആത്മീയ ചിന്താഗതിയുള്ള ഒരു മാർപ്പാപ്പയാണ് മറ്റെല്ലാറ്റിനും ഉപരിയായി ആവശ്യമെന്ന ബോറോമിയുടെ അഭിപ്രായം പയസ് സ്ഥിരീകരിച്ചു. മാർപ്പാപ്പയുടെ ധാർമ്മിക നില വളരെ ഉയർന്നു. ഇറ്റലിയിലെ പാഷണ്ഡതയെ തുടച്ചു നീക്കുന്നതിലൂടെ അതിൻ്റെ ഫലപ്രാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചു. പരിശുദ്ധ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരനായ 225-ാമത്തെ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ പയസ് അഞ്ചാമൻ. 6 വർഷത്തോളം മാത്രമേ അദ്ദേഹം ഈ സ്ഥാനം അലങ്കരിച്ചുള്ളൂ. എങ്കിലും സഭയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം മറ്റേത് പാപ്പാമാരെക്കാളും ഓർമ്മിക്കപ്പെടുന്നതായിരുന്നു. കത്തോലിക്ക സഭ 15-16 നൂറ്റാണ്ടുകളിൽ വിശ്വാസപരമായും ധാർമ്മികപരമായും വളരെ പിന്നോട്ടു പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് ലോക ക്രൈസ്തവ സഭകൾക്ക് ഒരു പുനർവിചിന്തനം നൽകുവാനും യഥാർത്ഥ ആത്മീയ അന്തസത്ത ഉൾക്കൊള്ളാനും ട്രെൻറ്റ് സോനഹദോസ് ഇടയാക്കിയ സംഭവം പ്രായോഗിക തലത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ലോകമെങ്ങും ഒരു ക്രൈസ്തവ ചട്ടക്കൂട് പണിതുയർത്തുവാനും
പിയൂസ് അഞ്ചാമനിലൂടെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു സഭയെയാണ് ലോകം തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കാണുന്നത്. തൻ്റെ ഭക്തിക്കും കർശനമായ ധാർമ്മികതയ്ക്കും പേരുകേട്ട മാർപ്പാപ്പ സഭയുടെ പ്രശസ്തി പുനർനിർമ്മിക്കാൻ സഹായിച്ചു. കൗൺസിലിൽ സ്ഥാപിതമായ പ്രമാണങ്ങൾക്കനുസൃതമായി സഭാ സിദ്ധാന്തങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള നിർബന്ധത്താൽ സഭയുടെ മനോവീര്യം വളരെയധികം മെച്ചപ്പെട്ടു. സഭയുടെ മനോവീര്യം വീണ്ടെടുത്ത വിശുദ്ധ പയസ് അഞ്ചാമനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ട്രെൻഡ് സോനഹദോസ് ഭാരതത്തിലും നടപ്പിലാക്കേണ്ട പേപ്പൽ ദൗത്യം ശിരസാവഹിച്ചുകൊണ്ട് ഗോവയുടെ മെത്രാപ്പോലിത്തയായി അലക്സി ഡി മെനേസിസ് പിതാവ് കടന്നു വരുമ്പോൾ ഗോവ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററും കൊച്ചി രൂപതയുടെ 5ാമത്തെ ബിഷപ്പുമായിരുന്ന ആന്ദ്രേ ഡി സാന്തമറിയ പിതാവ് ഫ്രാൻസിസ്കൻ 1588-1610 മലബാറിലെ സഭയുടെ വിശ്വാസപരമായ പാപ്പരത്വം എല്ലാ അർത്ഥത്തിലും തുറന്നു കാട്ടിയത് ഉദയംപേരൂർ സോനഹദോസിലേക്ക് വഴിതെളിച്ചു. എങ്കിലും അദ്ദേഹം ഉദയംപേരൂർ സോനഹദോസിൽ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം. അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അദ്ദേഹം അജപാലന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്ന മലങ്കരയിലെ തീരമേഖലയിലല്ല, അതിൻ്റെ പരിധിയിലുമല്ല ഈ നവോത്ഥാനം വേണ്ടിയിരുന്നത് എന്നാണ് അതിനുത്തരം. പോർച്ചുഗീസ് മിഷണറിമാരാൽ 1557 കൊച്ചി രൂപത സ്ഥാപിക്കപ്പെടുന്നത് ട്രെൻഡ് കൗൺസിൽ അരങ്ങേറുമ്പോൾ തന്നെയായിരുന്നു എന്നത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. അക്കാലത്ത് കണ്ണൂർ മുതൽ സിലോൺ അടക്കം ഭാരതത്തിൻ്റെ പശ്ചിമ ദക്ഷിണ തീരങ്ങളും ദക്ഷിണ ഉത്തരപൂർവ്വ തീരങ്ങളും ഇന്നത്തെ ബംഗ്ലാദേശും മ്യാൻമാറുമെല്ലാം കത്തോലിക്ക സഭയുടെ കൊച്ചി രൂപത മിഷൻ പ്രദേശങ്ങൾ ആയിരുന്നു. ഭാരത കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിൽ എന്ന കത്തോലിക്ക എൻസൈക്ലോപീഡിയ വിശേഷിപ്പിക്കുന്ന കൊച്ചി രൂപതയുടെ സഭാഭരണം നടത്തിയ ആദ്യത്തെ പിതാവ് ഡോം ജോർജിയോ തെമുദോ 1558-1567 ഡൊമിനിക്കൻ ആയിരുന്നു. അദ്ദേഹം പിന്നീട് ഗോവ ആർച്ച് ബിഷപ്പായി ഉയർന്നു. 1567-1578 സഭാഭരണം നടത്തിയ കൊച്ചി രൂപതയുടെ 2ാമത്തെ പിതാവ് ഡോം ഹെൻറിക് ഡി തവോറ. അദ്ദേഹവും ഒരു ഡൊമിനിക്കൻ സന്യാസിയായിരുന്നു. ഗോവയുടെ ആർച്ച് ബിഷപ്പായി അദ്ദേഹവും അവരോധിതനായി. രൂപതയുടെ 3ാമത്തെ ബിഷപ്പ് ഒരേ ഒരു വർഷം മാത്രമേ ഭരണം നടത്തിയുള്ളൂ. ഡോം അന്തോണിയോ ഡി ബാജെ 1578. തുടർന്ന് 4ാമനായി 10 വർഷക്കാലം അജപാലനം ചെയ്ത ഡോം മത്തേവൂസ് ഡി മദീന അഗസ്റ്റീനിയൻ 1579-1588. അവരുടെയുമെല്ലാം സേവനം ഇന്നത്തെ ഭാരത സഭയ്ക്ക് ശക്തമായ അടിത്തറ നിർമ്മിക്കപ്പെട്ടു. അതിന് 2 നൂറ്റാണ്ട് മുമ്പ് 14ാം നൂറ്റാണ്ടിൽ മലബാർ സന്ദർശിച്ച ഡൊമിനിക്കൻ പാദ്രി ജോർദാനോസ് കത്തലാനിയുടെ പിന്നീട് ബിഷപ്പ് ഓഫ് കൊളംബം ആയി മലബാറിൽ അവരോധിക്കപ്പെട്ട പിതാവിൻ്റെ യാത്രാ വിവരണങ്ങളായ ദി മിറാബിലസ് ഡിസ്ക്രിപ്റ്റ അഥവാ കിഴക്കിൻ്റെ അത്ഭുതങ്ങളിൽ വിവരിച്ച ഭാരതത്തിലെ നാമമാത്രമായ അങ്ങിങ്ങ് ചിതറിക്കിടന്നിരുന്ന ഒത്തൊരുമ സാധ്യമല്ലാത്ത പരിഷ്കൃതവും അതുപോലെ തന്നെ അപരിഷ്കൃതവുമായ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ സംഹിതയുടെ സമൂലമായ ഒരു മാറ്റത്തെ പോർച്ചുഗീസ് പാതിരിമാരുടെ ശ്രമത്താൽ നവീകരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉദയംപേരൂർ സോനഹദോസ് എന്ന സിനഡിലൂടെ ഈ മലങ്കരയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത്. ചരിത്രപരമായ ഒരു നവോത്ഥാനം ഈ മലങ്കരയിൽ നടന്ന ചരിത്ര സംഭവത്തെ ബഹുമാന്യനായ ശ്രീ ആന്റണി പുത്തൂർ അവർകൾ 1599 ഉദയംപേരൂർ സോനഹദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിലൂടെ ആവിഷ്കരിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.